ഇപ്രാവശ്യം ഞാനിവിടെ ജയിക്കാൻ പോവുകയാണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയതോടെ ഇദ്ദേഹത്തിൻ്റെ അനുയായി നന്ദകുമാറുമായിട്ട് ഇന്ന് വെറും നെറുകെട്ട ഒരു രാഷ്ട്രീയം കളിക്കുകയാണ് ഈ BJP. ഇന്നലെ രാവിലെ 84 വയസ്സായ എൻ്റെ പിതാവ്, അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച 52 വർഷം പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി ഒരു പ്രസ് കോൺഫറൻസ് നടത്തിച്ചു. അത് കഴിഞ്ഞ് വൈകുന്നേരം, ഇതൊക്കെ നേരത്തെ ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ളവരും പ്ലാൻ ചെയ്തതാണ്. പണ്ട് ശ്രീ കെ കരുണാകരനെയും ശ്രീ ഉമ്മൻചാണ്ടിയും AK ആന്റണിയും ചതിച്ച പോലെ ഇന്നലെ ഒരിക്കൽ കൂടെ AK ആന്റണിയെ ചതിക്കാനുള്ള ഒരു ശ്രമമാണ് ഇന്നലെ നടത്തിയത്. അതായത് AK ആന്റണിയെ ഉൾപ്പെടെയുള്ളവരെ വെറുതെ ആവശ്യമില്ലാതെ തേജോവധം ചെയ്യാൻ, വെറുതെ അടിസ്ഥാനരഹിതമായ ഒരു കാര്യങ്ങളും പറഞ്ഞ് ഇന്നലെ വന്നു. ഇന്നലെ ഞാൻ പറയാത്ത എൻ്റെ മര്യാദ കൊണ്ടാണ്. പക്ഷേ ഇന്ന് കുര്യൻ സാർ തന്നെ നേരിട്ട് ഇറങ്ങിയത് കാരണം ഇതൊക്കെ ഇന്ന് പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അത് കഴിഞ്ഞ് ഇന്ന് ഇതേപോലത്തെ ഓരോ കാര്യങ്ങളും പറഞ്ഞു വരും. ഇനി മറ്റ് ചില കാര്യങ്ങളും കൂടെ പറയാം. കുര്യൻ സാറിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ആന്റോ ആന്റണി, അനിൽ ആന്റണി ഇവരെ പോലെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളൊന്നും പറഞ്ഞ് ശിക്ഷിച്ചിട്ടില്ല. ഈ ആന്റോ ആന്റണി എന്ന് പറഞ്ഞ ഈ വ്യക്തി കുര്യൻ സാറിൻ്റെ ശിഷ്യനാണ്. പക്ഷേ ഇപ്പോൾ അനിൽ ആന്റണിക്ക് ഈ നെറുകെട്ടവർ കാണിക്കുന്നത് പോലെ നോൺ ക്രിമിനലായ ഒരാളെ കൊണ്ട് വ്യാജ വാർത്ത ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇത് വ്യാജമാണ്, ഇങ്ങനെ ഒരു കാര്യവും നടന്നിട്ടില്ല. ഇത് അനിൽ ആന്റണിയും AK ആന്റണിയും ഒരുമിച്ച് ചതിക്കാൻ ശ്രീ PJ കുര്യനും ഇദ്ദേഹത്തിൻ്റെ അനുയായികളും ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഞാനിന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയാണെന്ന് ഞാൻ വളരെ വ്യക്തമായി പറയാം. ഞാൻ ഇവർ പറയുന്ന പോലെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ പറയുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ വളരെ വ്യക്തമായി പഠിച്ചതിന് ശേഷം മാത്രം പറയുന്ന ഒരു വ്യക്തിയാണ്. ഈ ആന്റോ ആന്റണി ഞാൻ പറഞ്ഞു. ഈ ആന്റോ ആന്റണി അദ്ദേഹം 3 ആഴ്ചകൾക്ക് മുമ്പ് തോക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ചില ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി അദ്ദേഹം പാകിസ്ഥാന്റെ തീവ്രവാദ ശ്രമങ്ങളെ പോലും വെള്ളപൂശാൻ ശ്രമിച്ചൊരു വ്യക്തിയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഒരു ഡിഫൻസ് മിനിസ്റ്റർ ഒരു മുൻ ഡിഫൻസ് മിനിസ്റ്റർ, ഒരു മുൻ പ്രതിരോധ മന്ത്രി അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാൻ വന്നത് വളരെ മോശമായ ഒരു കാര്യമായിരുന്നു. പക്ഷേ ഈ ആന്റോ ആന്റണിയെ കുറിച്ച് ഇനി മറ്റു ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ന് നമ്മൾ കേരളത്തിൽ ഒരുപാട് ബാങ്കുകളെ കുറിച്ച് പറയുന്നുണ്ട്. കോപ്പറേറ്റീവ് ബാങ്കുകളെ കുറിച്ച്, ബാങ്ക് കൊള്ളകളെ കുറിച്ച് പറയുന്നുണ്ട്. കരിവണ്ണൂർ ബാങ്കിന്റെ കൊള്ളയെ കുറിച്ച് പറയുന്നു. കണ്ടല സഹകരണ ബാങ്കിലെ കൊള്ളയെക്കുറിച്ച് പറയുന്നു. ഇതുപോലെ നിരവധി ബാങ്ക് ഇവിടെ LDFും UDFിലെയും പല നേതാക്കൾ അവർ കൊള്ള നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ ഈ പത്തനംതിട്ടയിൽ കൊണ്ട് നിരവധി കേസുകളും. ഇപ്പോൾ മേലിക്കാവ് ബാങ്കിൽ ആന്റോ ആന്റണിയുടെ സഹോദരൻ 12 കോടിയാണ് 69 പേരുടെ കയ്യിൽ നിന്ന് ലോൺ എടുത്ത് തട്ടിപ്പ് നടത്തി അദ്ദേഹം 12 കോടി ആ ബാങ്കിൽ നിന്ന് മോഷ്ടിച്ചു. അതുപോലെ മറ്റൊരു ബാങ്ക് മൂന്നിലാവ് ബാങ്ക്, അവിടെ നിന്ന് 2 കോടി. ഇതുപോലെ മറ്റ് ടീക്കോയിലെ ഒരു ബാങ്ക്, ഇങ്ങനെ 4 ബാങ്കുകളിലായിട്ട് ശ്രീ ആന്റോ ആന്റണിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും നിരവധി സഹകരണ ബാങ്കുകൾ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇത് കണ്ടലയും അതുപോലെ തന്നെ മറ്റേ കരിവണ്ണൂരും പോലെ ഇതുവരെ ഇത് അങ്ങാടിയിൽ പാട്ടാക്കാത്തത് ഈ ആന്റോ ആന്റണിയും PJ കുര്യനെ പോലെ ഉള്ളവർ ഇവിടെ ഈ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണമാണ്. പക്ഷെ അനിൽ ആന്റണിക്ക് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമൊന്നും ഇല്ല.